ഇന്നിന്റെ ബർത്ത്ഡേ അല്ലേ, ആരും എന്നെ വിഷ് ചെയ്യാത്തത്. ഇവരെല്ലാം അപ്പ മറന്നു. ഇവർക്ക് എന്തായാലും അത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോ അവർ എനിക്ക് കേക്കൊക്കെ വാങ്ങി എന്നെ സർപ്രൈസ് ആക്കാനാണെങ്കിലോ. ഇവളുടെ ബർത്ത്ഡേ ഇനി എനിക്ക് ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിച്ചാലോ? അങ്ങനെയൊന്നും ഞാൻ നിന്റെ ബർത്ത്ഡേ മറക്കുകയില്ല മോളെ. ഏടാ, നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന് എന്ത് പ്രത്യേകത? ഒരു പ്രത്യേകതയും എന്റെ ഓർമ്മയിലില്ല. അപ്പൊ ഇവനത് ഓർമ്മയില്ലേ? നിനക്ക് ശരിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ല? നിനക്ക് എന്താ മോളെ, വട്ടാണോ? എനിക്കറിയില്ലടി. അല്ലെങ്കിൽ എനിക്കറിയാം എന്നോട് ആർക്കും ഭ്രമില്ലെന്ന്. എന്താ തുമ്പി, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ലേ. എന്നാ ശരി, ഞാൻ പോയി. പാവം തുമ്പി. അച്ഛനെ ഇവിടെ കാണുന്നില്ലല്ലോ. അച്ഛാ, എന്താ മോനെ, ഇതാ വരുന്നു. അച്ഛ, ഇന്ന് നമ്മളുടെ തുമ്പിമോളുടെ ബർത്ത്ഡേ അല്ല. അച്ഛന് ഓർമ്മയില്ല. നമുക്ക് നീ സർപ്രൈസ് കൊടുക്കണ്ടേ? എനിക്കറിയാം മോനെ, അതിനു വേണ്ടി അവൾക്കൊരു സർപ്രൈസ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്ത് അച്ഛ സർപ്രൈസ്? അവൾ നല്ല ഹാപ്പിയായി. ഞാൻ രാവിലെ തന്നെ അവളോട് പറഞ്ഞ എനിക്ക് നിന്റെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ല. അച്ഛനും അങ്ങനെ അഭിനയിച്ചാൽ മതിട്ടാ. അവൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടല്ലേ, ബീച്ചിക്ക് ഒന്ന് കൊണ്ടാവാ. അവിടെ എത്തുമ്പോ അവൾ എന്തായാലും നെട്ടും. എന്നാ അച്ഛൻ തുമ്മിമോളെ വിളിച്ചോ. തുമ്പി മോളെ, എന്താ അച്ഛാ? അമ്മൂമ്മനെ കാണാൻ പോകണം, അമ്മൂമ്മന്റെ വീട്ടിലേക്ക്. നീ പോയി വേഗം മാറ്റി വന്നോ. ആയിക്കോട്ടെ. പാവം, നല്ല വിഷമമുണ്ട്. അതിന് അച്ഛ, അമ്മൂമ്മന്റെ അടുത്തേക്ക് പോവാൻ ഇവിടെ. അതോ, ഹാപ്പി ബർത്ത്ഡേ തുമ്പിമോൾ. മോളെ. ഹായ്, അപ്പൊ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഇങ്ങോട്ട്. ഹായ് ഹായ് ഹായ്. അത് തുമ്പിമോളെ. എനിക്ക് സന്തോഷം കണ്ട് നിൽക്കാൻ പറ്റുന്ന ചേട്ടാ.